പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ബബ്ബബ എന്ന ചിത്രത്തിന്റെ ശനിയാഴ്ചത്തെ കളക്ഷൻ അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസത്തെ പ്രീഫെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. അപ്പം വളരെയധികം നെഗറ്റീവുള്ള വളരെയധികം ഡീഗ്രേഡ് നേടുന്ന ചിത്രമായ ബബ്ബബ എന്ന ചിത്രം ഇപ്പോഴും പ്രീഫെയിൽ ഇനത്തിൽ 1.5 കോടി നേടുന്നു എന്ന് പറഞ്ഞപ്പോൾ വിമർശകർക്ക് വല്ലാത്ത കരച്ചിൽ വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ ഇന്നലെ 2,80,00,000 രൂപ ട്രാക്കിംഗ് കളക്ഷൻ കാണിച്ച ഈ ചിത്രം ഇന്നും 2,60,00,000 ട്രാക്കിംഗ് കളക്ഷൻ കാണിക്കുന്നുണ്ട്. ഇന്നലെ 3,60,00,000 രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം ഇന്നും 3.5 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 11,80,00,000 കളക്ട് ചെയ്ത ഈ ചിത്രം മൂന്നാമത്തെ ദിവസമായി ഇന്ന് ശനിയാഴ്ച കൊണ്ട് ഏകദേശം 15 കോടിയോളം കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 15 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം 3 ദിവസം കൊണ്ട് കേരളത്തിൽ 15 കോടിക്ക് മുകളിലേക്ക് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ദിലീപിന്റെ ചിത്രത്തെ സംബന്ധിച്ച് വളരെ അതിശയകരമായ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിന്റെ പവറിന്റെ കാരണം 20 മിനിറ്റ് മാത്രം 15 മിനിറ്റ് മാത്രം വന്നുപോയ ലാലേട്ടൻ പവർ തന്നെയാണ് ഈ കളക്ഷനുള്ള കാരണം. അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഉണ്ടായ ചിത്രം ഇങ്ങനെ കുതിച്ചു കയറണമെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ അല്ലേ? അത് തന്നെയായിരിക്കാം വിമർശകർ കൃത്യമായിട്ട് അവരുടെ മനസ്സിൽ പറയുന്നത്. പല മഹാനായ നടന്മാരുടെയും ആരാധകർ ഇതൊന്നും സമ്മതിച്ചു തരണമെന്നില്ല. അവരുടെ ഉള്ളിലുണ്ട്. ഒരുപക്ഷെ മോഹൻലാല് ഈ ചിത്രത്തെ അഭിനയിച്ചില്ലെങ്കിൽ ആ നടന്മാരുടെ ആരാധകരെല്ലാം ദിലീപ് ചിത്രം വിജയിപ്പിക്കാൻ വേണ്ടി നടന്നേനല്ലേ. അത് വിജയിക്കാൻ സാധ്യത കുറവായിരുന്നു. ലാലേട്ടൻ തന്നെയാണ് ഇതിനകത്തെ കളക്ഷൻ പവർ എന്ന് പറയുന്ന സാധനം. ശനിയാഴ്ച ദിവസം നമ്മൾ വേൾഡ് വൈഡ് പ്രതീക്ഷിക്കുന്ന തുകയെന്ന് പറയുന്നത് ഏകദേശം 8 കോടി രൂപയ്ക്ക് അടുത്താണ്. അങ്ങനെയെങ്കിൽ 2 ദിവസം കൊണ്ട് 24 കോടി കളക്ട് ചെയ്ത ഈ ചിത്രം 32 കോടി രൂപയിലേക്ക് 3 ദിവസം കൊണ്ട് എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാം. അപ്പം 3 ദിവസം കൊണ്ട് 32 കോടി നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പ്രിൻസിൻ്റെ കളക്ഷനേക്കാൾ കൂടുതലുള്ള കളക്ഷൻ ഈ ചിത്രം 3 ദിവസം കൊണ്ട് തന്നെ നേടിയെന്നുള്ളൂ. ദിലീപിൻ്റെ കരിയറിലെ ദിലീപിൻ്റെ ചിത്രങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പം ഏറ്റവും വലിയ കളക്ഷനാണ് ബബ്ബബ എന്ന ചിത്രം നേടിയിരിക്കുന്നത്. അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ശരി, ബബ്ബബ ഒരു വിജയ ചിത്രമാകാനുള്ള കുതിപ്പിൽ തന്നെയാണ്. അപ്പം പലരും ഇതിൻ്റെ ബഡ്ജറ്റ് നമ്മളോട് പലപ്പോഴും ചോദിച്ചു. അതിൻ്റെ ബഡ്ജറ്റ് 30 കോടി രൂപയാണെന്ന് മാരായ ഫാക്ടിക്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് കുതിച്ചു കയറുമ്പോൾ ദിലീപ് ചിത്രങ്ങൾ എങ്ങനെയും പൊട്ടിക്കുക എന്നുള്ള തന്ത്രമാണ് മറുചേരി പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന് 30 കോടി എന്നുള്ള ബഡ്ജറ്റ് 50 കോടി 60 കോടിയൊക്കെ ആക്കി പലരും പറയുന്നത് കണ്ടു. ഇത് എത്ര ആധികാരികമായ റിപ്പോർട്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ തുക മനസ്സിലാകുമല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരിക്കുന്നത് ലാലേട്ടനാണെന്ന് ഏകദേശം ഉറപ്പാക്കാം. ലാലേട്ടൻ്റെ പ്രതിഫലം നമുക്കറിയാം, ദിലീപിൻ്റെ പ്രതിഫലം നമുക്കറിയാം. ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം അത് ഏകദേശം 15 കോടി രൂപയ്ക്കടുത്താണ്, 10-15 കോടിക്കടുത്താണ് ബഡ്ജറ്റ് തന്നെ. അപ്പോൾ ഈ ചിത്രത്തിന് ഏകദേശം ഒരു ലാലേട്ടൻ്റെ 10 മിനിറ്റ് ലാലേട്ടന് ഏറ്റവും വലിയ പ്രതിഫലം മേടിച്ചൊരു 10 കോടിയാണെങ്കിൽ തന്നെ ബാക്കി 20 കോടി കൊണ്ട് ഈ ചിത്രം പൂർത്തീകരിക്കുമെന്ന് ഏത് മനുഷ്യനും മനസ്സിലാവും. ഏതായാലും ഗോകുലൻ ഒന്നും കാണാതെ ചിത്രം നിർമ്മിക്കത്തില്ല എന്ന് 100% അറിയാം. കൃത്യമായിട്ടൊരു ബിസിനസ് മൈൻഡ് ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലാലേട്ടൻ ഈ ചിത്രത്തിൽ വേണമെന്ന് കൃത്യമായിട്ട് പുള്ളി നിർബന്ധം പിടിക്കുകയും ലാലേട്ടനെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയും അത് ചിത്രത്തെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് മാറ്റിയത് ലാലേട്ടൻ്റെ പ്രസൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ചിത്രം ഒരു വൻ പരാജയത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയായിരുന്നു കാണുന്നത്. ഏതായാലും ചിത്രം വൻപൻ കുതിപ്പിലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞായറാഴ്ച ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുമെന്ന് തന്നെ തോന്നുന്നു. ബുക്ക് മൈ ഷോയിലൂടെയുള്ള ബുക്കിംഗ് നോക്കുമ്പോൾ ഏകദേശം 6,000 ടിക്കറ്റോളം മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. ഞായറാഴ്ച വൻ കുതിപ്പ് തന്നെ തുടരട്ടെ അല്ലേ. അപ്പം ഇതിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുക എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം തന്നെയാണ്. തിങ്കളാഴ്ച ദിവസവും ആവറേജ് കളക്ഷൻ തന്നെ ഈ ചിത്രം നേടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നു. വ്യാഴാഴ്ച ദിവസം പൊതുവെ ഒരു പടം റിലീസ് ചെയ്ത് ആദ്യത്തെ ദിവസം
വളരെയധികം നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും വർക്കിംഗ് ഡേ ആയ ശനിയാഴ്ച കളക്ട് ചെയ്ത് കേരളത്തിൽ നിന്ന് 3,60,00,000 വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തത് ഏകദേശം 9 കോടിയോളം കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയും ഒരു ഇടിവ് നേരിടും, എന്നാലും മികച്ച രീതിയിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. നാളത്തെ കളക്ഷൻ അറിയാൻ വേണ്ടി നമുക്ക് ഇന്ന് മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകട്ടെ, നാളെയും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകട്ടെ. എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.